ഹായ് ആൾ NV ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസ് 12 സുവോളജിയിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കൺട്രാസെപ്റ്റീവ് മെത്തേഡും കാര്യങ്ങളും ഏകദേശം 3 എപ്പിസോഡുകളായിട്ട് ഡിസ്കസ് ചെയ്തു. ഈ എപ്പിസോഡിൽ ഈ വീഡിയോ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് 4 ആണ്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് കുഞ്ഞു കാര്യങ്ങളാണ്. ഒന്ന് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയും, രണ്ടാമത്തത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് NCERT ബേസ് ചെയ്തിട്ട് ഈ വീഡിയോ ലെസൺ എടുക്കുന്നത്. അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു NV ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MTP യെ കുറിച്ചാണ്, അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി? അത് ഡെഫിനിഷനിലേക്ക് കടത്താം. അതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചാപ്റ്റർ ധാരാളം ഷോർട്ട് ഫോംസ് ഉണ്ട്. ഷോർട്ട് ഫോംസ് നിർബന്ധമായിട്ടും പഠിക്കണം. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചില ഷോർട്ട് ഫോംസ് ഉണ്ട്. അതിലൊന്നാണ് MTP. എന്താ ഫുൾ ഫോം? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയും. ഇറ്റ് ഇസ് എ വളണ്ടറി, ഐച്ഛിക പ്രകാരമുള്ള, ഇന്റൻഷണൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം കരുതി കൂട്ടിയുള്ള. അപ്പം എന്റെ ഇഷ്ടപ്രകാരം കരുതി കൂട്ടിയുള്ള ടെർമിനേഷൻ, നിർത്തുക, ഓഫ് പ്രഗ്നൻസി, ഗർഭം, ബിഫോർ ഫുൾ ടേം, പൂർണ്ണത എത്തുന്നതിന് മുന്നേ. അപ്പോ പ്രഗ്നൻസി അതിന്റെ പൂർണ്ണത എത്തുന്നതിന് മുമ്പ് തന്നെ ടെർമിനേറ്റ് ചെയ്യുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് MTP, അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. So MTP is the voluntary or intentional termination of pregnancy before full term. പൂർണ്ണ വളർച്ച, പൂർണ്ണതയിൽ എത്തുന്നതിന് മുന്നേ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുക, വോളണ്ടറി എന്റെ ഇഷ്ടപ്രകാരം, ഓർ ഇന്റൻഷണൽ കരുതിക്കൂട്ടി. ഒരു വർഷം ലോകത്ത് ഏകദേശം 45 മുതൽ 50 മില്യൺ MTP പെർഫോം ചെയ്യുന്നുണ്ട്. മില്യൺ എന്ന് പറഞ്ഞാൽ അറിയാം, ദശലക്ഷം. അപ്പൊ ഏകദേശം ഒരു ലോകത്ത് ഒരു വർഷം 45 മുതൽ 50 മില്യൺ എന്ന് പറഞ്ഞാൽ ദശലക്ഷം MTP ആണ് പെർഫോം ചെയ്യുന്നത്. That means ഒരു വർഷം മൊത്തം കൺസീവ് ചെയ്യുന്ന പ്രഗ്നൻസിയുടെ 1/5 ഭാഗം MTP ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ പറയട്ടെ, മൊത്തം ഗർഭം ധരിക്കുന്നതിന്റെ, ഒരു വർഷത്തിൽ മൊത്തം ഗർഭം ധരിക്കുന്നതിന്റെ 1/5 ഭാഗം MTP ചെയ്യണം. പെർസെന്റേജിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര പെർസെന്റേജ് ആയി വരും? 20%. മീൻസ് ഒരു വർഷം ലോകത്ത് 100 ആൾക്കാരാണ് പ്രഗ്നന്റ് ആവുന്നെങ്കിൽ അതിൽ 20 പേരും എന്തിന് വിധേയമാകുന്നുണ്ട്? പ്രഗ്നൻസി എന്ത് ചെയ്യുന്നുണ്ട്? ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട് ബിഫോർ ഫുൾ ടേം, പൂർണ്ണത എത്തുന്നതിന് മുമ്പ്. That means 20% of the world population world population അല്ല, conceived pregnancies undergo terminating before full term എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? MTP ആണ്. MTP ന്റെ ഫുൾ ഫോം എന്താ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് എ വോളണ്ടറി ഓർ ഇന്റൻഷണൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം. That what we call as MTP. About 45 to 50 million MTPs are performed per year all over the world. It account 1/5 of the total number of conceived pregnancy year. Conceived എന്ന് പറഞ്ഞാൽ pregnancy എന്ന് പറഞ്ഞാൽ ഗർഭം ധരിക്കുന്നതിന്, മൊത്തം ഗർഭം ധരിക്കുന്ന 1/5 ഭാഗം MTP ചെയ്യുന്നുണ്ട്. That means എത്ര പെർസെന്റേജ് ആയി? 20% ആയി. കാര്യം മനസ്സിലാകുന്നുണ്ട് വിചാരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, MTP ഒരർത്ഥത്തിൽ അബോർഷൻ തന്നെയാണല്ലോ. കുഞ്ഞു വളർച്ചത്തിന് മുന്നേ കുഞ്ഞിനെ പ്രഗ്നന്റ് യൂട്രസ് നിന്ന് ഒഴിവാക്കുന്ന പ്രോസസ് ആണല്ലോ. അത് ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ അത് എന്ത് കുറയ്ക്കുന്നുണ്ട്? പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മീൻ ഫോർ ദാറ്റ് പർപ്പസ്. ഈവൻ ദോ ഇറ്റ് അണ്ടർഗോ ഡിക്രീസ് ദ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കുന്നുണ്ടെങ്കിലും, പോപ്പുലേഷൻ ഗ്രോത്ത് നന്നായി കുറയ്ക്കുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് മീൻ ഫോർ ദാറ്റ് പർപ്പസ്. അത് അതിന് വേണ്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, എന്തിനാണ് MTP ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ MTP ചെയ്യുന്നത്? പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് MTP ചെയ്യുന്നത്? വൈ MTP? രണ്ട് കാര്യങ്ങളാണുള്ളത്. ഓക്കെ, ഒന്ന്, ടു ഗെറ്റ് റിഡ് ഓഫ് അൺവാണ്ടഡ് പ്രഗ്നൻസി ഡ്യൂ ടു പ്രഗ്നൻസി ആവശ്യമില്ലെങ്കിൽ, അൺവാണ്ടഡ് പ്രഗ്നൻസി ഒഴിവാക്കണമെങ്കിൽ, അൺവാണ്ടഡ് പ്രഗ്നൻസി ഒഴിവാക്കണമെങ്കിൽ എങ്ങനെയാണ് ഈ പ്രഗ്നന്റ് ആയത്? ഡ്യൂ ടു അൺപ്രൊട്ടക്റ്റഡ് സെക്സിന്റെ ഫലമായി, അതായത് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യാതെ പ്രഗ്നന്റ് ആയി. അപ്പൊ അവർക്ക് തോന്നുക, ഭാര്യക്കും ഭർത്താവിനും തോന്നുകയാണ് ഈ പ്രഗ്നന്റ് ആവണ്ട. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? MTP ചെയ്യാം. രണ്ട്, റേപ്പിന് വിധേയമായി, പീഡനത്തിന് വിധേയമായി സ്വാഭാവികമായിട്ടും പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം? MTP ചെയ്യാം. എന്താണ് മക്കളെ MTPയുടെ ഫുൾ ഫോം? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ദാറ്റ് മീൻസ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം അണ്ടർ വോളണ്ടറി ഓർ ഇന്റൻഷൻ.
നമ്മൾ ഐച്ഛിക പ്രകാരം അല്ലെങ്കിൽ കരുതി കൂട്ടിയിട്ട് പൂർണ്ണത വളർച്ച എത്തുന്നതിന് മുന്നേ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാ MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. മൊത്തം ഏകദേശം 45 to 50 മില്യൺ MTP പെർഫോം ചെയ്യുന്നുണ്ട് ഒരു വർഷം ഓൾമോസ്റ്റ് ലോകത്ത്. അതായത് മൊത്തം കൺസീവ് ചെയ്ത പ്രഗ്നൻസിയുടെ 1/5 ഭാഗം, ദാറ്റ് മീൻസ് 20%. ഇത് പോപ്പുലേഷൻ ഗ്രോത്ത് കുറക്കുന്നെങ്കിലും അത് അതിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഒന്ന്, ടു ഗെറ്റ് റീഡ് ഓഫ് അൺവാണ്ടഡ് പ്രഗ്നൻസി. ആ പ്രഗ്നൻസി ആവശ്യമില്ലെങ്കിൽ അവര് ഉദ്ദേശിക്കാത്ത പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഡ്യൂ ടു എങ്ങനെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, അതായത് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യാതെ സെക്സിൽ ഏർപ്പെടുക, റേപ്പ്, പീഡനത്തിന് വിധേയമായി പ്രഗ്നന്റ് ആവുക, അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്തു പക്ഷെ അത് ഫെയിൽ ആയി എന്നുള്ളതിന് വാക്ക് ഞാൻ ഉദ്ദേശിച്ചു. ഫെയിലിയർ ഓഫ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ് മീൻസ് ദേ ആർ കൺസീവ്ഡ്, അത് പ്രഗ്നന്റ് ആയിപ്പോയി. കോപ്പറേറ്റീവ് വെച്ചു പക്ഷെ ആ മെക്കാനിസം വർക്ക് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യും? പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ്. അപ്പൊ അങ്ങനത്തെ മെത്തേഡുകളിൽ MTP ചെയ്യാം. അല്ലെങ്കിലോ രണ്ടാമത്തത് കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി ഹാർംഫുൾ ടു മദർ ഓർ ഫീറ്റസ് ഓർ ബോത്ത്. മലയാളം കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി. ഒരമ്മ പ്രഗ്നന്റ് ആണ്, പക്ഷെ ആ പ്രഗ്നൻസി തുടർന്നു പോയാൽ അമ്മയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? MTP ചെയ്യാം. ഓർ ഫീറ്റസ്, ഗർഭസ്ഥ ശിശുവിന് ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാവും. ഭാവിയിൽ ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലാവും. ചിലപ്പോൾ ഹാർട്ട് ഉണ്ടാകുന്നില്ല, ചിലപ്പോൾ ഇൻഡസ്റ്റൈൻ ഉണ്ടാകുന്നില്ല, ചിലപ്പോൾ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യണമെന്നില്ല, പൂർണ്ണമായും ഡെവലപ്പ് ചെയ്യാത്ത അവസ്ഥ. അപ്പൊ ഭാവിയിൽ ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാകും, സീരിയസ് ആയിട്ടുള്ള ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ കുഞ്ഞിനെ അത് ബാധിക്കാം ഭാവിയിൽ. അപ്പൊ അങ്ങനത്തെ സമയത്ത് എന്ത് ചെയ്യാം? MTP. സോ MTP എപ്പോഴും ചെയ്യുന്ന കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി ഹാർംഫുൾ ടു മദർ. ഈ പ്രഗ്നൻസി തുടർന്നു പോയി കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് ദോഷകരമാണെങ്കിൽ നമുക്ക് MTP ചെയ്യാം. എന്താ മക്കളെ MTP? It is the termination of pregnancy before full term. പൂർണ്ണത എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുക. എപ്പോഴാണ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അൺവാണ്ടഡ് പ്രഗ്നൻസി ഒഴിവാക്കാൻ, ഡ്യൂ ടു അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, റേപ്പ്, ഫെയിലിയർ ഓഫ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. അങ്ങനെ ചെയ്താൽ ഈ രൂപത്തിൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ദേ നോട്ട് നീഡഡ് പ്രഗ്നന്റ്. അവർ പ്രഗ്നന്റ് ആവേണ്ട ആവശ്യമില്ല അവർക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് MTP ചെയ്യാം. അല്ലെങ്കിലോ കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി തുടർന്ന് പോവുകയാണെങ്കിൽ അത് അമ്മയ്ക്ക് ദോഷകരമാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓർ ഫീറ്റസ്, അത് ഗർഭത്തിലുള്ള, അതായത് യൂട്രസിനകത്തുള്ള കുഞ്ഞുവാവയ്ക്ക് ഫിസിക്കലായിട്ട് സീരിയസ് ആയിട്ടുള്ള ഡാമേജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞ് സർവൈവ് ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇങ്ങനത്തെ ഈ രണ്ട് കണ്ടീഷനിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സഹായത്തോടു കൂടി, മെഡിക്കൽ പ്രാക്ടീഷണറോട് കൂടി, ഒന്നും പറയാം ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറോട് സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം? MTP ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, എപ്പോഴാണ് ഈ MTP ചെയ്യല്? എപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല. MTP is really safe. എപ്പോഴും സേഫ് ആകുക ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ. ആദ്യത്തെ 3 മാസത്തിൽ ചെയ്യണം. പ്രഗ്നന്റ് ആയി ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? MTP ചെയ്യണം. That means 12 weeks of pregnancy. നമുക്കറിയാം ഒരു മാസത്തിൽ എത്ര ആഴ്ചകളുണ്ട്? 4 ആഴ്ചകൾ, ഏകദേശം 4 ആഴ്ചകൾ. അപ്പം ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം. അപ്പൊ എത്ര ആഴ്ചകളായി? 4, 8, 12. അപ്പൊ വിത്തിൻ 12 weeks of pregnancy, ഒന്നുകിൽ ആദ്യത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ 12 weeks of pregnancy-നുള്ളിൽ എന്ത് ചെയ്യണം? MTP ചെയ്യണം. It is really safe. So MTP is really safe during the first trimester, that is 12 weeks of pregnancy. കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് MTPയെ കുറിച്ചാണ്. MTP എന്ന് പറഞ്ഞ ഫുൾ ഫോം എന്താന്ന് പഠിച്ചു? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. ഇറ്റ് ഇസ് എ വോളണ്ടറി ഓർ ഇന്റൻഷണൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം. പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുന്നേ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ വിളിക്കുന്ന പേരാ MTP. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എപ്പോഴാണ് ഈ MTP ചെയ്യേണ്ടത്? ഏത് മാസത്തിലാണ്? കുഞ്ഞിന് എത്ര മാസമാവും? അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ഏത് പീരീഡിലാണ് ഇത് ചെയ്യേണ്ടത്? It is really safe. MTP should be performed. It is really safe. MTP എപ്പോഴാണ് പെർഫോം ചെയ്യുന്നത്? വിത്തിൻ ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ചെയ്യണം. അതായത് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ചെയ്യണം. ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ എത്ര ആഴ്ചയാണ്? അതായത് 12 ആഴ്ചകൾ. പ്രഗ്നൻസിയുടെ ഒരു മാസത്തിൽ ഏകദേശം 4 ആഴ്ചകൾ ഉണ്ടാവും. അപ്പൊ 3 മാസം എന്ന് പറയുമ്പോൾ 4 × 3 12 ആഴ്ച. സോ വിത്തിൻ 12 weeks ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ വിത്തിൻ ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ നമ്മൾ എന്ത് പെർഫോം ചെയ്യണം? MTP പെർഫോം ചെയ്യണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു, സർ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? സോ 4ാമത്തെ മാസത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ 5ാമത്തെ? ഇറ്റ് ഈസ് മച്ച് മോർ റിസ്കിയർ. അത് കുറച്ച് റിസ്ക് ആണ്. മേ ബി ഹാർംഫുൾ ടു മദർ. അത് അമ്മയ്ക്ക് വളരെയധികം ദോഷം ചെയ്യും. So important ആണ് MTP, medical termination of pregnancy should be performed within the first trimester. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ചെയ്യണം. ഫസ്റ്റ് ട്രൈമസ്റ്റർ മീൻസ് within 12 weeks of pregnancy. ആദ്യത്തെ 12 ആഴ്ചകൾ
ദിവസങ്ങൾക്കുള്ളിൽ ചെയ്യണം. സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസ് ആർ മച്ച് മോർ റിസ്കിയർ. സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസ് കുറച്ച് റിസ്ക് ആണ്. ഇനി മറ്റൊരു ട്രെൻഡ് MTP ചെയ്യുന്നത്, ഇത് മൊത്തം ചെയ്യുന്നത് MTP മോസ്റ്റ്ലി എല്ലാവരും അല്ല, മോസ്റ്റ്ലി ചെയ്യുന്നത് MTP ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ അൺക്വാളിഫൈഡ് ക്വാക്സ് ആണ്. ക്വാളിഫൈ ചെയ്യാത്ത മെഡിക്കൽ പ്രാക്ടീഷണർ. ക്വാക്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, മുറിവൈദ്യന്മാർ എന്ന് പറയും. പ്രത്യേകിച്ച് ഒന്നും അറിയാതെ, പക്ഷെ അവര് ഡോക്ടറാണെന്ന് സ്വയം വിചാരിക്കുന്ന ആൾക്കാരാണ്. സോ ഓൾ മെജോറിറ്റി ഓഫ് MTP ആർ പെർഫോംഡ് ബൈ അൺക്വാളിഫൈഡ് ക്വാക്സ്. ഇത് ചെയ്യുന്നത് എന്താ? ക്വാളിഫൈ ചെയ്യാത്ത മെഡിക്കൽ പ്രാക്ടീഷണറാണ്. അപ്പൊ അവരുടെ അടുത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു? MTP ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണ് ബുദ്ധിമുട്ട്? ഇറ്റ് ഇസ് നോട്ട് ഓൺലി അൺസേഫ്, അത് അൺസേഫ് ആവുക എന്ന് മാത്രമല്ല, സേഫ് ആവുകയല്ല, ഭയങ്കര അപകടം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ഓൺലി അൺസേഫ്, അത് അൺസേഫ് ആവുക മാത്രമല്ല ചെയ്യുന്നത്, ബട്ട് ഫേറ്റൽ ടു മദർ, അത് അമ്മയ്ക്ക് ദോഷം ചെയ്യും. എന്താന്ന് വെച്ചാല് മെജോറിറ്റി ഓഫ് MTP ആർ പെർഫോംഡ് ബൈ അൺക്വാളിഫൈഡ് കോക്സ്. ഇത് മിക്കവാറും ചെയ്യുന്നത് മുറിവൈദ്യന്മാരാണ്. അപ്പൊ അവര് ചെയ്തു കഴിഞ്ഞാൽ MTP കംപ്ലീറ്റ് ആവില്ല. മീൻസ് MTP നടക്കാൻ സാധ്യത വളരെയധികം കുറവാണ്. അപ്പൊ MTP നടന്നില്ലെങ്കിൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യും. അതിന്റെ ഫലമായി പുറത്തേക്ക് വരുന്ന കുഞ്ഞുവാക്ക് ചിലപ്പോൾ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. പോരാത്തത് അമ്മയ്ക്ക് ഭാവിയിൽ ദോഷം ഉണ്ടാവും ചെയ്യും. സോ ഇറ്റ് ഷുഡ് ബി പ്രാക്ടീസ്ഡ് ബൈ, അത് പെർഫോം ചെയ്യുന്നത് ആരായിരിക്കണം? ഒരു ക്വാളിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ സഹായത്തോടു കൂടി മാത്രമേ MTP ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ MTP ഷുഡ് ബി ഡൺ വിത്തിൻ ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓർ വിത്തിൻ 12 വീക്സ് ഓഫ് പ്രഗ്നൻസി. ദാറ്റ് ഈസ് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് ഇത് ചെയ്യുക. സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസ് എന്താണ് റിസ്കിയർ. സോ ഇറ്റ് ഷുഡ് ബി ഡൺ വിത്തിൻ ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓർ 12 വീക്സ് ഓഫ് പ്രഗ്നൻസി. എന്നാൽ മാത്രമാണ് സേഫ്. സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസ് എന്താണ് മച്ച് മോർ റിസ്കിയർ ആണ്. മെജോറിറ്റി ഓഫ് MTP ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ ഇറ്റ് ഇസ് ഡൺ ബൈ അൺക്വാളിഫൈഡ് കോക്സ് ആണ്. അത് അവർ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഓൺലി അൺസേഫ്, അത് അൺസേഫ് ആവുന്നത് മാത്രമല്ല, ബട്ട് ഫേറ്റൽ ടു മദർ, അമ്മയ്ക്ക് ദോഷം ഉണ്ടാവുകയും ചെയ്യും. ഉണ്ടാകുന്ന കുഞ്ഞിന് പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ MTP അവര് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ, അവര് MTP ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ MTP കംപ്ലീറ്റ് ആവില്ല, പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കുഞ്ഞുവാ യൂട്രസിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യും. ഉണ്ടാകുന്ന കുഞ്ഞിന് ആ പെർഫോമൻസിന്റെ ആ പ്രോസസ്സിന്റെ MTP ചെയ്യുന്നതിനിടയിൽ അബ്നോർമാലിറ്റി സംഭവിക്കും. അപ്പൊ ഉണ്ടാകുന്ന കുഞ്ഞിന് അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. അത് മാത്രമല്ല അമ്മയ്ക്ക് വളരെയധികം ദോഷം ചെയ്യും. അമ്മയിൽ പല അബ്നോർമാലിറ്റീസും ഉണ്ടാകുന്ന ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. സോ ഇറ്റ് ഷുഡ് ബി പെർഫോംഡ് ബൈ ആര്? മെഡിക്കൽ പ്രാക്ടീഷണർ. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം ചെയ്യുന്നത്. മറ്റൊരു ട്രെൻഡ് MTP ചെയ്യുന്നത് amniocentesis. നമുക്കറിയാം എന്താണ് amniocentesis. It is a prenatal fetal sex determination test based on the chromosomal pattern in the amniotic fluid surrounding the developing embryo എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഫീറ്റസിന് ചുറ്റുമുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡ് പരിശോധിച്ച് അതിനകത്തുള്ള ക്രോമസോം പാറ്റേൺ നോക്കി കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന ടെക്നിക്കാണ് ആംനിയോസെന്റസിസ്. ഇതിനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തു അല്ലെ. സോ ആംനിയോസെന്റസിസ് ഈസ് ദ പ്രീനാറ്റൽ, ജനിക്കുന്നതിന് മുന്നുള്ള ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റ്. കുഞ്ഞിന്റെ സെക്സും തീരുമാനിക്കാം ആൻഡ് ജനറ്റിക് ഡിസോർഡർ തീരുമാനിക്കാം ബേസ്ഡ് ഓൺ ദ ക്രോമസോമൽ പാറ്റേൺ in the amniotic fluid surrounding the developing embryo. ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുവാക്ക് ചുറ്റുമുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡിനകത്തുള്ള സെല്ലുകൾ പരിശോധിച്ച് അതിനെ ക്രോമസോമൽ പാറ്റേൺ നോക്കി കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ നോക്കുന്ന ടെക്നിക്കാണ് ആംനിയോസെന്റസിസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ ആംനിയോസെന്റസിസ് MTP കണക്ട് ചെയ്ത് പറയുന്നത്? നോക്കൂ മക്കളെ, ആംനിയോസെന്റസിസ് ഉപയോഗിച്ച് നമുക്ക് സെക്സ് ഓഫ് ദ അൺബോൺ ചൈൽഡ്, ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജനിക്കാത്ത കുട്ടിയുടെ സെക്സ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും, ജനിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, കുഞ്ഞാണാണോ പെണ്ണാണോ നോക്കാൻ. അപ്പൊ പെണ്ണാണെങ്കിൽ കുറെ ആൾക്കാർ നമ്മുടെ രാജ്യത്ത് കൂടുതലായ MTP രാജ്യത്ത് കൂടുതലാണ് MTP, നമ്മൾ പെൺകുട്ടിയാണ്, കുറെ ഭാരമാണ് വഹിക്കാൻ, ധാരാളം ഭാരമാണ്, ധാരാളം സാമ്പത്തിക ചെലവാണ് ആലോചിച്ച് ഫീമെയിൽസ് ആണെങ്കിൽ നമ്മളെ കുഞ്ഞിനെ എന്ത് ചെയ്യും? MTP ചെയ്യുന്നു. അപ്പൊ ഇത് ഇന്ത്യയിൽ ധാരാളമായി കൂടിയപ്പോൾ, ഇതിന്റെ മിസ്യൂസ് കൂടിയപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലീഗലൈസ്ഡ് MTP in 1971 with some strict condition to avoid its misuse. ഈ MTPയുടെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടി 1971 നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഈ MTP നിയമവിധേയമാക്കി. Such restrictions are all more important to check indiscriminate and illegal female feticides which are reported to be high in India. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂടിയ പെൺഭ്രൂണഹത്യ തടയുന്നതിന് വേണ്ടി, നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ നിയമം വളരെയധികം ഉപകാരപ്രദമായി.
So Government of India legalized MTP in 1971 with some strict conditions to avoid its misuse. Such restrictions are more important to check നിയന്ത്രിക്കാൻ ഇൻഡിസ്ക്രിമിനേറ്റ് ആൻഡ് ഇല്ലീഗൽ നിയമത്തിനെതിരായി ഉപയോഗിക്കുന്ന ഫീമെയിൽ ഫീറ്റിസൈഡ് പെൺഭ്രൂണഹത്യ വിച്ച് ആർ റിപ്പോർട്ടഡ് ടു ബി ഹൈ ഇൻ ഇന്ത്യ. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിരുന്നു. അപ്പൊ അത് ഒരു വിധത്തിൽ നിയന്ത്രിക്കാൻ ഇത് സഹായകമായി. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചായിരുന്നു? MTP യെ കുറിച്ചാണോ? കഴിഞ്ഞിട്ടില്ല. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ MTPs ഈസ് റിയലി സേഫ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ, ദാറ്റ് മീൻസ് വിത്തിൻ 12 വീക്സ് ഓഫ് പ്രഗ്നൻസി. ആദ്യത്തെ 12 ആഴ്ചക്കുള്ളിലാണ് ഇത് സേഫ് എന്ന് പറയുന്നത്. സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസ് എന്താണ്? റിസ്കിയർ ആണ്. മറ്റൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് MTP ആർ പെർഫോംഡ് ബൈ അൺക്വാളിഫൈഡ് കോപ്സ്. വ്യാജ ഡോക്ടർമാർ, അതായത് മുറിവൈദ്യന്മാരാണ് ഇത് മിക്ക MTPസും ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ഇത് അൺസേഫ് ആവുന്ന മാത്രമല്ല, അത് അമ്മയ്ക്കും കുഞ്ഞിനും വരെ അത് ഫേറ്റലാണ്. അതായത് MTP നടക്കുക മാത്രമല്ല, അമ്മയ്ക്ക് ഭാവിയിൽ ദോഷകരമായ ചിലപ്പോൾ അമ്മ മരിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ MTP കംപ്ലീറ്റ് ആവുകയും പ്രഗ്നൻസി തുടരുകയും ഉണ്ടാകുന്ന കുഞ്ഞിന് ദോഷം വരാനുള്ള ചാൻസ്, പല അബ്നോർമാലിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ഹെഡിങ് റെമഡീസ് ഫ്രം MTP. MTP ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് റെമഡീസ്? MTP ചെയ്യാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ആദ്യം കൗൺസിലിംഗ് ടു അവോയ്ഡ് അൺപ്രൊട്ടക്റ്റഡ് കോയിറ്റസ്. അൺപ്രൊട്ടക്റ്റഡ് കോയിറ്റസിന്റെ ഫലമായിട്ടാണല്ലോ പ്രഗ്നന്റ് ആയത്. ആ പ്രഗ്നൻസി ഒഴിവാക്കാനാണല്ലോ നമ്മൾ ആ പ്രഗ്നൻസി ഉണ്ടായ കുഞ്ഞിനെ ഒഴിവാക്കാനാണ് MTP ചെയ്തത്. അപ്പൊ അൺപ്രൊട്ടക്റ്റഡ് കോയിറ്റസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൗൺസിലിംഗ് കൊടുക്കുക. കൗൺസിലിംഗ് ടു അവോയ്ഡ് അൺപ്രൊട്ടക്റ്റഡ് കോയിറ്റസ്. അപ്പൊ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക ധാരാളം സേഫ് മെത്തേഡുകൾ ഉണ്ട്, ധാരാളം കൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ ഉണ്ട്. അതിനെ കുറിച്ച് ഒരു കൗൺസിലിംഗ് കൊടുക്കുക. രണ്ടാമത്തത് അവയർനെസ് ഓഫ് ദ റിസ്ക് ഫാക്ടർ ഇൻവോൾവ്ഡ് ഇൻ ഇല്ലീഗൽ അബോർഷൻ. ഇല്ലീഗൽ അബോർഷൻ എന്നാൽ നിയമവിരുദ്ധമായി അബോർഷൻ സംഭവിച്ചത്, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നിയമവിരുദ്ധമായി നടക്കുന്ന അബോർഷന്റെ ഫലമായിട്ടാണ് റിസ്ക് ഫാക്ടറുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. സോ വി ഗിവ് അവയർനെസ് ഓഫ് ദ റിസ്ക് ഫാക്ടർ ഇൻവോൾവ്ഡ് ഇൻ ഇല്ലീഗൽ അബോർഷൻ. ഇല്ലീഗൽ അബോർഷനുമായി ബന്ധപ്പെട്ട റിസ്ക് ഫാക്ടർ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഓക്കെ, അടുത്ത പ്രൊവൈഡ് മോർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ടു അവോയ്ഡ് ഇല്ലീഗൽ അബോർഷൻ. ഇല്ലീഗൽ അബോർഷൻ ഒഴിവാക്കാൻ വേണ്ടി ധാരാളം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കുക. അവിടെ ക്വാളിഫൈഡ് പ്രാക്ടീഷണേഴ്സിനെ, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ അവൈലബിൾ ആക്കുക. അതിന്റെ ഫലമായിട്ടുള്ള ഇല്ലീഗൽ അബോർഷൻസ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. സോ റെമഡീസ് ഫ്രം MTP നമുക്ക് എങ്ങനെ റെമഡീസ്, വാട്ട് ആർ ദ റെമഡീസ് ഏതൊക്കെയാണ്? ഒന്ന്, കൗൺസിലിംഗ് ടു അവോയ്ഡ് അൺപ്രൊട്ടക്റ്റഡ് കോയിറ്റസ്. രണ്ട്, അവയർനെസ് ഓഫ് ദ റിസ്ക് ഫാക്ടർ ഇൻവോൾവ്ഡ് ഇൻ ഇല്ലീഗൽ അബോർഷൻ. മൂന്നാമത്തത് പ്രൊവൈഡ് മോർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ടു അവോയ്ഡ് ഇല്ലീഗൽ അബോർഷൻ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്ന കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ, MTPയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പൊ MTPയുടെ ഫുൾ ഫോം ഏകദേശം ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. MTPയുടെ ഫുൾ ഫോം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. 1971 ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MTP ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത് ലീഗലൈസ് ചെയ്തത്, MTP ലീഗലൈസ് ചെയ്തത്. അതിനുശേഷം അതിൽ കുറെ ഭേദഗതികൾ വന്നു, കുറെ മാറ്റങ്ങൾ, പുതിയ കാര്യങ്ങൾ അതിലേക്ക് ചേർക്കപ്പെട്ടു. MTP ആക്ട് 2017 അമെൻമെന്റ്, അതായത് ഭേദഗതി മാറ്റമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ചത്. ഇനാക്റ്റഡ് എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുകയാണ്. സോ MTP ആക്ട് 2017 അതൊരു ഭേദഗതിയാണ്. 1971 നമ്മൾ MTP ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് അതിൽ കുറെ മാറ്റങ്ങൾ വന്നു, പുതിയ കാര്യങ്ങൾ ചേർക്കപ്പെട്ടു. അതാണ് ഭേദഗതികൾ എന്ന് പറയുന്നത്. അപ്പൊ അമെൻമെന്റ് ആക്ട് വാസ് ഇനാക്റ്റഡ്, അത് അവതരിപ്പിച്ചു ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യ ഗവൺമെന്റ്, ടു റെഡ്യൂസ്. എന്തിനു വേണ്ടി? MTP ആക്ട് 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തു ആര്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എന്തിനു വേണ്ടി? ടു റെഡ്യൂസ് ഇല്ലീഗൽ അബോർഷൻ, നിയമ വിരുദ്ധമായ അബോർഷൻ കുറക്കുന്നതിന് വേണ്ടി. ആൻഡ് കോൺസിക്വന്റ് മറ്റേണൽ മോർട്ടാലിറ്റി, അതിന്റെ പരിണിത ഫലമായിട്ടുണ്ടാകുന്ന അമ്മയുടെ മരണങ്ങൾ കുറക്കുന്നതിന് വേണ്ടി. ആൻഡ് മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥ. ചിലപ്പോൾ അമ്മ മരിക്കില്ല, അമ്മ മരണം വരെയുള്ള ചില രോഗാവസ്ഥയിലേക്ക് പോവുക. അപ്പൊ മോർബിഡിറ്റി റെഡ്യൂസ് ചെയ്യാൻ, മറ്റേണൽ മോർട്ടാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ, ഇല്ലീഗൽ അബോർഷൻ, നിയമവിരുദ്ധമായ അബോർഷൻ റെഡ്യൂസ് ചെയ്യാൻ MTP ആക്ട് 2017 അമെൻമെന്റ് ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതാണ് ചെയ്യുന്നത്. MTP ചെയ്യാം. അക്കോർഡിംഗ് ടു ദിസ് ആക്ട്, ഈ ആക്ട് പ്രകാരം പ്രഗ്നൻസി മേ ബി ടെർമിനേറ്റഡ്, നമുക്ക് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് MTP ചെയ്യാം വിത്തിൻ 12 വീക്സ് ഓഫ് പ്രഗ്നൻസി. ആദ്യത്തെ 12 ആഴ്ചക്കുള്ളിൽ ചെയ്യണം. വിത്തിൻ ഫസ്റ്റ് 12 വീക്സ് ഓഫ് പ്രഗ്നൻസി മീൻസ് വിത്തിൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെയ്യണം. ഓൺ ദ ഒപ്പീനിയൻ ഓഫ് വൺ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, അതായത് ഒരു ഡോക്ടറുടെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ അനുവാദത്തോടു കൂടി, അഭിപ്രായത്തോടു കൂടി, അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി മാത്രമേ 12 വീക്സ് ഓഫ് പ്രഗ്നൻസിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? MTP ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കേസ്, ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീ 12 ആഴ്ച പിന്നിട്ടു,
ഞാൻ പറഞ്ഞു 12 ആഴ്ചക്കുള്ളിൽ ടെർമിനേറ്റ് ചെയ്യുകയാണ് സേഫ് എന്ന് പറഞ്ഞിരുന്നു കുറച്ചു മുമ്പ് അല്ലെ. ഇറ്റ് ഈസ് സേഫ് വിത്തിൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ, ദാറ്റ് മീൻസ് 12 വീക്സ് ഓഫ് പ്രഗ്നൻസി. സെക്കൻഡ് ട്രൈമസ്റ്റർ മച്ച് മോർ റിസ്കിയർ എന്ന് പറഞ്ഞിരുന്നു. MTP Act 2070 പ്രകാരം, ഈ അമെൻഡ്മെന്റ് പ്രകാരം ആദ്യത്തെ 12 ആഴ്ചക്കുള്ളിലുള്ള പ്രഗ്നൻസി നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം വിത്ത് ദ ഒപ്പീനിയൻ ഓഫ് വൺ ഓഫ് ദ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. 12 ആഴ്ച പിന്നിടുകയും 24 ആഴ്ചയുടെയും ഇടയിലാണെങ്കിൽ, 12 ആഴ്ച കഴിഞ്ഞു 24 ആഴ്ചയുടെ കുറവ്, അതിന്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ രണ്ട് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ സഹായത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, MTP ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു അമെൻമെന്റ് ആക്ട് ആണ്. എന്നാൽ അമെൻമെന്റ് എന്ന് പറഞ്ഞു ഒരു ഭേദഗതിയാണ് അമെൻമെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഈ അമെൻമെന്റ് ആക്ട് പ്രകാരം അത് അവതരിപ്പിച്ചു, ഇനാക്ട് ചെയ്തു ആര്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ടു റെഡ്യൂസ്. എന്തിനു വേണ്ടി ഈ അമെൻമെന്റ് ആക്ട് 2020 ഇൻട്രൊഡ്യൂസ് ചെയ്ത്? ടു റെഡ്യൂസ് ഇല്ലീഗൽ അബോർഷൻ, നിയമവിരുദ്ധമായ അബോർഷൻ കുറക്കുന്നതിന് വേണ്ടി. അതിന്റെ നിയമവിരുദ്ധമായ അബോർഷന്റെ ഫലമായി ഉണ്ടാകുന്ന അമ്മ മരണങ്ങൾ, മറ്റേണൽ മോർട്ടാലിറ്റി കുറക്കുന്നതിന് വേണ്ടി. അതിന്റെ ഫലമായിട്ട് ചിലപ്പോൾ അമ്മ മരിക്കില്ല, മോർബിഡിറ്റി, രോഗാവസ്ഥയിൽ, ഗുരുതരമായ രോഗാവസ്ഥയിൽ, അപ്പൊ അതൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് MTP Act 2017 എന്ന് പറയുന്ന ഭേദഗതി അമെൻമെന്റ് കൊണ്ടുവന്നത്. ഇത് പ്രകാരം വിത്തിൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ 12 ആഴ്ചക്കുള്ളിൽ നമുക്ക് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാം ഓൺ ദ ഒപ്പീനിയൻ ഓഫ് വൺ ഓഫ് ദ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. 12 ആഴ്ച കഴിയുകയും 24 ആഴ്ച എത്തിയിട്ടുമില്ലെങ്കിൽ അതിന്റെ ഇടയിലാണെങ്കിൽ 12 വീക്സിന്റെയും 24 വീക്സിന്റെ ഇടയിലാണെങ്കിൽ രണ്ട് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒപ്പീനിയനോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, MTP ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 2017 അമെൻമെന്റ് ആണ്, അതായത് ഭേദഗതിയാണ്. അതിൽ പറഞ്ഞു വിത്തിൻ 12 വീക്സ് ഓഫ് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാം ഓൺ ദ ഒപ്പീനിയൻ ഓഫ് വൺ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. 12 വീക്സ് കഴിഞ്ഞ് 24 വീക്സിന്റെയും ഇടയിലാണെങ്കിൽ രണ്ട് മെഡിക്കൽ പ്രാക്ടീഷണറുടെ സഹായത്തോടു കൂടി, ഒപ്പീനിയനോട് കൂടി MTP ചെയ്യാം. ഇതൊക്കെ എന്തിന്റെ ബേസിലാണ് അറിയാം ഇതൊക്കെ ചെയ്യുന്നത്? All these are the ground for such termination of pregnancy. ഇതിനൊക്കെ ഗ്രൗണ്ട്, ഇതിനൊക്കെ മെയിൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഇതൊക്കെ എപ്പോഴാണ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, continuation of pregnancy would involve a risk to the life of the pregnant woman or grave injury, physical or mental health. എന്നാൽ മാത്രം നമുക്ക് MTP ചെയ്യാം. മനസ്സിലായില്ല? Continuation of pregnancy തുടർന്നു പോയാൽ would involve a risk to the life of the pregnant woman. ആ പ്രഗ്നന്റ് ആയ സ്ത്രീയുടെ ജീവന് തന്നെ ഭീഷണിയാവുകയോ, or grave injury, ഗൗരവമേറിയ ഇഞ്ചുറി, അപകടം സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ആവുകയാണോ, ഫിസിക്കൽ, ശാരീരികമായ, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത്, അങ്ങനെ ഒരു ഗൗരവമേറിയ ഇഞ്ചുറി ആ പ്രഗ്നന്റ് ആയ സ്ത്രീക്ക് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, MTP ചെയ്യാം. അല്ലെങ്കിൽ ഏതിനെ കുറിച്ചാണ്? MTP Act 2017 അമെൻമെന്റ് ആണ്. അല്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രൗണ്ട് ഫോർ സച്ച് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഇങ്ങനത്തെ പ്രഗ്നൻസി നമുക്ക് നടത്തണമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ, there is substantial risk that of the child were born. കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ നല്ല റിസ്ക് ആണെങ്കിൽ, ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ റിസ്ക് ആണെങ്കിൽ, എന്താ റിസ്ക്? It would suffer from the physical or mental abnormalities as to be seriously handicapped. ആ ജനിച്ചു കഴിഞ്ഞ കുഞ്ഞിന് ശാരീരികമായ, മാനസികമായ അബ്നോർമാലിറ്റി ഉണ്ടാകുകയും സീരിയസ് ആയിട്ട് ഹാൻഡിക്യാപ്ഡ് ആയി മാറുകയും എന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, MTP ചെയ്യാം. അപ്പൊ ഇതാണ് MTP അമെൻമെന്റിനെ കുറിച്ച് പറഞ്ഞ 2017 ഭേദഗതിയാണ്. നമ്മൾ പറഞ്ഞു MTP എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. ഇറ്റ് ഇസ് ദ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം ആണ്. 1971 ഈ ആക്ട് വന്നത്. പിന്നെ ധാരാളം ഭേദഗതികൾ ഇങ്ങനെ വന്നു. 2002 വന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2017 ഭേദഗതിയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു MTP is really safe during the first trimester. ആദ്യത്തെ 3 മാസത്തിലാണ് ഇത് ചെയ്യേണ്ടത്. അതായത് ആദ്യത്തെ 12 വീക്സ് ഓഫ് പ്രഗ്നൻസിയിലാണ് ഇത് ചെയ്യേണ്ടത്, എന്നാലേ സേഫ് ആവുകയുള്ളൂ. ദ സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻ, സെക്കൻഡ് ട്രൈമസ്റ്റർ MTP എന്ന് പറഞ്ഞാൽ ഹൈലി റിസ്കിയർ ആണ്. ഇനി ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ചെയ്യുകയാണെങ്കിലും ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒപ്പീനിയൻ വേണം. ഇല്ലീഗൽ അബോർഷൻസ് വളരെ അധികം അപകടകരമാണ്, കുഞ്ഞിനും അമ്മയ്ക്കും അപകടകരമാണ്. ഇനി ആലോചിക്കുക, വിത്തിൻ 12 വീക്സ് ഓഫ് പ്രഗ്നൻസി ഈ അമെൻമെന്റ് പ്രകാരം MTP Act 2017 അമെൻമെന്റ് പ്രകാരം
12 വീക്സ് ഓഫ് പ്രഗ്നൻസിയിലാണ് MTP ചെയ്യുന്നതെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒപ്പീനിയൻ വേണം. 12 വീക്സ് കഴിഞ്ഞു 24 വീക്സ് ഓഫ് പ്രഗ്നൻസിയിലേക്ക് എത്താൻ പോവുകയാണെങ്കിൽ അതിന്റെ ഇടയിലേക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒപ്പീനിയനും അവരുടെ സമ്മതത്തോടു കൂടി അവർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ എന്ത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ? MTP ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്യാം ഏത് ഗ്രൗണ്ട് വെച്ചിട്ടാണ്? ഗ്രൗണ്ട് ഫോർ സച്ച് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് 2011 അമെൻമെന്റ് പറഞ്ഞത്? ഒന്ന്, കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി വുഡ് ഇൻവോൾവ് എ റിസ്ക് ടു ദ ലൈഫ് ഓഫ് ദ പ്രഗ്നന്റ് വിമൺ ഓർ ഗ്രേവ് ഇഞ്ചുറി ഫിസിക്കൽ ഓർ മെന്റൽ ഹെൽത്ത് എന്നാണ് പറഞ്ഞത്. അതായത് ഒരമ്മ പ്രഗ്നന്റ് ആവുകയും ആ അമ്മയുടെ യൂട്രസിനകത്തുള്ള കുഞ്ഞുണ്ടാവുകയും ചെയ്യുന്നു. അതാണല്ലോ പ്രഗ്നൻസി എന്ന്. ഈ പ്രഗ്നൻസി തുടർന്നു പോയി കഴിഞ്ഞാൽ അമ്മയുടെ ജീവന് തന്നെ ഭീഷണിയാവുകയും അല്ലെങ്കിൽ അമ്മയ്ക്ക് ഗ്രേവ് ഇഞ്ചുറി, ഗുരുതരമായ ഇഞ്ചുറി സംഭവിക്കാൻ സാധ്യതയുണ്ടാവുകയും അല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങളോ മെന്റൽ ഹെൽത്തിന് പ്രശ്നങ്ങളോ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? MTP ചെയ്യാം. അല്ലെങ്കിൽ there is substantial risk that of the child were born. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ റിസ്ക് ആവുകയാണെങ്കിൽ എന്താണ് റിസ്ക്? It would suffer from the physical or mental abnormalities as to be seriously handicapped. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ശാരീരികമായ പ്രശ്നങ്ങളോ മാനസികമായ അബ്നോർമാലിറ്റീസിന്റെ ഫലമായി സീരിയസ് ആയിട്ട് ഹാൻഡിക്യാപ്ഡ് ആകുമെന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? MTP ചെയ്യാം. ഇത് ഇമ്പോർട്ടന്റ് ആകണമെന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇത് മെൻഷൻ ചെയ്തത് കൊണ്ട് മാത്രം, ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതോടുകൂടി എന്ത് കഴിയുകയാണ്? MTP എന്ന് പറയുന്ന ടോപ്പിക് കഴിയുകയാണ്. എന്താണ് MTP? നമ്മൾ ഡിസ്കസ് ചെയ്തു. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അതാണ് MTP എന്ന് പറയുന്നത്. MTPയുടെ ഫുൾ ഫോം എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇറ്റ് ഈസ് ദ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം. പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുന്നേ, പൂർണ്ണതയിൽ എത്തുന്നതിന് മുന്നേ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? MTP. ഇറ്റ് ഈസ് എ വോളണ്ടറി ഓർ ഇന്റൻഷണൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം. ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് എ വോളണ്ടറി ഓർ ഇന്റൻഷണൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം. ഇത്രയും കാര്യം മനസ്സിലായി. ഒരു വർഷത്തിൽ ലോകത്ത് ഏകദേശം 45 മുതൽ 50 മില്യൺ MTP പെർഫോം ചെയ്യുന്നു. മൊത്തം ഒരു വർഷം കൺസീവ് ചെയ്യുന്ന പ്രഗ്നൻസിയുടെ 1/5 ഭാഗം, അതായത് 20% എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് 1971 MTP എന്തിനാണ് ലീഗലൈസ് ചെയ്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ ധാരാളമായിട്ട് ഫീമെയിൽ ഫീറ്റസ് പെൺഭ്രൂണ ഹത്യ കൂടിയിരുന്നു. അതായത് ആംനിയോസെന്റസിസ് എന്ന് പറയുന്ന ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ ആണാണോ പെണ്ണാണോ നോക്കുകയും പെണ്ണായതുകൊണ്ട് MTP ചെയ്യാൻ, പെണ്ണായതുകൊണ്ട് ഫീറ്റസ് സെക്സ് ഡിറ്റർമിൻ ചെയ്ത് പെണ്ണായതുകൊണ്ട് MTP ചെയ്യുകയും ഇതിന്റെ ഫലമായി പെൺഭ്രൂണ ഹത്യ ധാരാളം കൂടിയപ്പോൾ 1971 MTP ലീഗലൈസ് ചെയ്തു. MTP നിയമ വിധേയമാക്കി, ലീഗലൈസ് ചെയ്തു, നിയമത്തിന് കീഴിലാക്കി, നിയമവിധേയം. MTP ചെയ്യാം, പക്ഷെ അത് അണ്ടർ എ പെർട്ടിക്കുലർ കണ്ടീഷൻ, ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിലാണ്. അപ്പോൾ MTP ലീഗലൈസ് ചെയ്തു. അപ്പൊ MTP ചെയ്യാൻ പറ്റൂലേ? MTP ചെയ്യാൻ പറ്റും. ഏതൊക്കെ? 2 കണ്ടീഷൻസ് ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത്. ഒന്നാമത്തെ കണ്ടീഷൻ, ടു ഗെറ്റ് റിഡ് ഓഫ് അൺവാണ്ടഡ് പ്രഗ്നൻസി ഡ്യൂ ടു റേപ്പ്, അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഓർ ഫെയിലിയർ ഓഫ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. റേപ്പിന്റെ ഫലമായിട്ട് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് സെക്സിന്റെ ഫലമായിട്ട് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ് പരാജയപ്പെട്ട് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? MTP ചെയ്യാം. രണ്ടാമത്തെ കേസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ദോഷം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രഗ്നൻസി തുടർന്ന് പോയി കഴിഞ്ഞാൽ യൂട്രസിനകത്ത് വരുന്ന കുഞ്ഞ് പിന്നെ ഭാവിയിൽ ധാരാളം ഫിസിക്കൽ ഡാമേജ് ഉണ്ടാവുകയും സീരിയസ് ആയിട്ട് ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? MTP ചെയ്യാം. കണ്ടിന്യൂഷൻ ഓഫ് ദ പ്രഗ്നൻസി തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അമ്മയുടെ ജീവന് തന്നെ ഭീഷണിയാവുകയോ അല്ലെങ്കിൽ യൂട്രസിനകത്ത് വരുന്ന കുഞ്ഞുവാവ ഭാവിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ സീരിയസ് ആയിട്ടുള്ള ഫിസിക്കൽ ഡാമേജോ മെന്റൽ ഇൽനെസ്സോ സീരിയസ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞ് സർവൈവ് ചെയ്യില്ല ഭാവിയിൽ എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? MTP ചെയ്യാം. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇല്ലീഗൽ അബോർഷനെ കുറിച്ച്. മോസ്റ്റ് ഓഫ് ദ MTPs ആർ പെർഫോംഡ് ബൈ ദ അൺക്വാളിഫൈഡ് ക്വാക്സ് എന്ന് പറഞ്ഞു. ധാരാളം ചെയ്യുന്നതെല്ലാം അൺക്വാളിഫൈഡ് മുറി വൈദ്യന്മാരാണ്, വ്യാജ വൈദ്യന്മാരാണ്, അല്ലെങ്കിൽ വ്യാജ ഡോക്ടർമാരാണ്. ഇതിന്റെ ഫലമായിട്ട് അത് അൺസേഫ് ആവുക മാത്രമല്ല, അത് ഫേറ്റൽ ടു മദറിനും ഫേറ്റലാണ്, യൂട്രസിനകത്തുള്ള കുഞ്ഞിനും ഫേറ്റലായി ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതൊക്കെ ലീഗലൈസ്ഡായി. അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് അമെൻമെന്റ് എന്ന് പറഞ്ഞു, ഒരു ഭേദഗതി
വരുന്നത് 1970 അമെന്റ്മെന്റ് വന്നു. ഈ 2017 അമെന്റ്മെന്റ് പ്രകാരം MTP ചെയ്യാം. വിത്തിൻ 12 വീക്സ് ഓഫ് പ്രഗ്നൻസി ആണ് ഞാൻ സേഫ് എന്ന് പറഞ്ഞു. ഓൺ ദ ഒപ്പീനിയൻ ഓഫ് 1 മെഡിക്കൽ പ്രാക്ടീഷണർ. 24 വീക്സിന്റെ താഴെയാണെങ്കിൽ 12 വീക്സും 24 വീക്സിനും ഇടയിലാണെങ്കിൽ നമുക്ക് ചെയ്യാം. 2 മെഡിക്കൽ പ്രാക്ടീഷണറുടെ പിന്നെ ഒപ്പീനിയനോട് കൂടി. ഇനി പറഞ്ഞു അത് ഏത് ബേസ് വെച്ചിട്ടാണെന്ന് പറഞ്ഞു. ഈ 2 ബേസ് ആണ്, ഈ 2 ഗ്രൗണ്ട് വെച്ചിട്ടാണ്, ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഒന്ന്, പ്രഗ്നൻസി തുടർന്ന് പോയി കഴിഞ്ഞാൽ ലൈഫ് ഓഫ് ദ പ്രഗ്നന്റ് വിമൺ, അമ്മയുടെ ജീവന് തന്നെ ഭീഷണിയാവുകയോ അമ്മയ്ക്ക് ഗുരുതരമായി ഇഞ്ചുറി സംഭവിക്കുകയോ ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ ആരോഗ്യത്തിൽ പ്രശ്നം വരികയോ ചെയ്താൽ MTP ചെയ്യാം. അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഫിസിക്കലായിട്ടുള്ള മെന്റലായിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാവുകയും സീരിയസ് ആയിട്ട് ഹാൻഡിക്യാപ്ഡ് ആവുകയും ചെയ്യാം എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി കഴിഞ്ഞാൽ, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, ഭാവിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് വിധി എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, MTP ചെയ്യാം. ഇതോടുകൂടി എന്ത് കഴിഞ്ഞു, MTP അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തൊരു ടോപ്പിക്കാണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചായിരുന്നു, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ് അല്ലെ. കുറച്ച് അധികം കുറഞ്ഞ കാര്യങ്ങൾ പക്ഷെ കുറെ അധികം ഡിസ്കസ് ചെയ്തു. NCERT എക്സ്ട്രാ പറഞ്ഞ കാര്യങ്ങൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ കുറിച്ചാണ്, ലൈംഗിക രോഗങ്ങളെ കുറിച്ചാണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. പക്ഷെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തത് എന്താണെന്ന് STIs എന്നാണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്നാണ് കൊടുത്തുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് അപ്പൊ STIന്റെ ഫുൾ ഫോം എന്താണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയും. ഓക്കെ, ഇൻഫെക്ഷൻസ് ഓർ ഡിസീസസ് transmitted through sexual intercourse are collectively called sexually transmitted infection. So sex വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫെക്ഷനെ വിളിക്കുന്ന പേര് STIs എന്ന് പറയും. So sexually transmitted infections are infections or diseases transmitted through sexual intercourse. That what we call as sexually transmitted infections എന്ന് പറയും. അതിന്റെ മറ്റൊരു പേരാണ് വെനറിയൽ ഡിസീസസ് എന്ന് പറയും, VD എന്ന് ചുരുക്കം പേര് അറിയപ്പെടും. മറ്റൊരു പേരാണ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയും, റീപ്രൊഡക്റ്റീവ് ട്രാക്ടിനകത്തുള്ള ഇൻഫെക്ഷൻസ് എന്ന് പറയും. ധാരാളം എക്സാമ്പിളുകൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നിർബന്ധമായും എല്ലാ എക്സാമ്പിളുകളും പഠിക്കണം. So infections or diseases that are transmitted through sexual intercourse അല്ലെങ്കിൽ sex are called sexually transmitted infection. വേറെ പേരാണ് venereal disease, ചുരുക്കി വിളിക്കും VD. വേറെ പേരാണ് reproductive tract infection. ഇതിനൊക്കെ ഷോർട്ട്, ഞാൻ പറഞ്ഞ ചാപ്റ്റർ കുറെ ഷോർട്ട് ഫോംസ് ഉണ്ട്, അതൊക്കെ എക്സാമിന് നിർബന്ധമായിട്ടും പഠിക്കുക. ഒരിക്കലും സ്വന്തമായിട്ട് ഉണ്ടാക്കരുത്. RTI റോഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഇന്ത്യ അങ്ങനെയൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കരുത്. ഉണ്ടാക്കാൻ നിങ്ങൾ നല്ല മിടുക്കരാന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയുന്നതാണ്. അപ്പൊ എന്താണ് RTI, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ? അപ്പൊ എക്സാമ്പിളുകൾ നോക്കാം. ഗൊണോറിയ എന്ന് പറഞ്ഞ ഒരു ലൈംഗിക രോഗം. എന്താന്ന് പറയാൻ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ കാണും. വീണ്ടും പറയാം, കുറച്ചൊരു വൃത്തികെട്ട ചിത്രങ്ങളായിരിക്കും മാക്സിമം കിട്ടുന്നത്, അപ്പൊ ശ്രദ്ധിച്ച് കാണുക. രണ്ടാമത്തെ സിഫിലിസ്. സ്പെല്ലിംഗ് സ്ക്രീനിൽ കാണാം. ഒന്നാമത്തെ ഗൊണോറിയ, രണ്ടാമത്തെ സിഫിലിസ്. ഇങ്ങനെ പഠിച്ചാൽ മതി, ഗോസിപ്പ് എന്ന് ആലോചിച്ചാൽ മതി, ഗോസിപ്പ്. അടുത്തത് ജനൈറ്റൽ ഹെർപ്പിസ്, ജനൈറ്റൽ വാർട്ട്. അപ്പൊ ജനൈറ്റൽ എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട 2 അസുഖം, ജനൈറ്റൽ ഹെർപ്പിസും ജനൈറ്റൽ വാർട്ട്. അടുത്തത് ട്രൈക്കോമോണിയാസിസ്, അടുത്തത് ക്ലമിഡിയാസിസ്, അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി, അടുത്തത് എയ്ഡ്സ്. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും. ഇത് പഠിച്ചു നോക്കൂ. ഗൊണോറിയ, സിഫിലിസ് പഠിച്ചു, ഗോസിപ്പ്, ഗൊണോറിയ, സിഫിലിസ്. പിന്നെ ജനൈറ്റലുമായി ബന്ധപ്പെട്ട 2 പേര്, അതൊക്കെ ജനൈറ്റൽ ഹെർപ്പിസ്, ജനൈറ്റൽ വാർട്ട്. പിന്നെ ഇത് പഠിക്കാം, ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും പഠിക്കാം. പിന്നെയോ ട്രൈക്കോമോണിയാസിസും ക്ലമിഡിയാസിസ്. ഇത്രയോ പഠിക്കാനുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8 അസുഖങ്ങൾ. എയ്ഡ്സിന് കാരണമാകുന്ന പാത്തോജൻ നമുക്കറിയാം ഏതാണ്, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചണം, HIV അറിയുന്ന കാര്യം. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി വേറെ ചാപ്റ്റർ നമ്മൾ പഠിക്കാറുണ്ട് കേട്ടോ. അപ്പൊ HIV കുറച്ച് സീരിയസ് ആയിട്ടുള്ള അസുഖമാണ് എയ്ഡ്സ്. അപ്പൊ ഏതൊക്കെ അസുഖം, ഗൊണോറിയ, സിഫിലിസ്. അപ്പൊ ഗോസിപ്പ്, ഗൊണോറിയ, സിഫിലിസ്. പിന്നെ ജനൈറ്റൽ ഹെർപ്പിസ്, ജനൈറ്റൽ വാർട്ട്. പിന്നെ ട്രൈക്കോമോണിയാസിസ്, ക്ലമിഡിയാസിസ്. പിന്നെ 2 അസുഖം നമ്മൾ പഠിച്ച നമുക്ക് അറിയാവുന്ന ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സും. ഇതിന്റെ പ്രത്യേകത എന്താ പറയുക, ഇതില് ജനൈറ്റൽ ഹെർപ്പിസും ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും, ജനൈറ്റൽ ഹെർപ്പിസും ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളും ക്യൂറബിൾ ആണ് ഇഫ് ഡിറ്റക്റ്റഡ്. ആദ്യമേ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ അസുഖം ഏർലി നമുക്ക് ആദ്യമേ കണ്ടെത്തി കഴിഞ്ഞാൽ ഈസിലി ക്യൂറബിൾ ആണ്. പക്ഷെ ജനൈറ്റൽ ഹെർപ്പീസും ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും ക്യൂർ ചെയ്യാൻ, ഏർലി ഡിറ്റക്ട് ചെയ്യാൻ, ക്യൂറബിൾ ചെയ്യാനുള്ള മാർഗങ്ങൾ വളരെയധികം കുറവാണ്. സോ എക്സെപ്റ്റ് ജനൈറ്റൽ ഹെർപ്പീസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്, all other diseases are curable if detected
early. Curable if detect early. ഏതൊക്കെയാ curable ആകാം? ആദ്യമേ ഡിറ്റക്ട് ചെയ്താൽ ഗോണോറിയ, സിഫിലിസ്, ജെനിറ്റൽ വാർട്ട്, ട്രൈക്കോമോണിയാസിസ്, ക്ലമിഡിയാസിസ്. ഏതൊക്കെ മാറാൻ കഴിയാൻ ബുദ്ധിമുട്ടുള്ളത്? ജെനിറ്റൽ ഹെർപ്പിസ്, ഹെപ്പറ്റൈറ്റിസ് ബി. ഈ അസുഖങ്ങൾക്ക് വരാനുള്ള കാരണം എന്താ? ഞാൻ പറഞ്ഞു, these are what we call as STIs, sexually transmitted infection. That means they are infections or diseases transmitted through sexual intercourse. And we can have STI, sexually transmitted disease. We can have venereal disease, reproductive tract infection. Example is gonorrhea, gossip, syphilis. No gonorrhea going sipum, gossip, syphilis, genital herpes, genital water, trichomoniasis, chlamydiasis. Hepatitis B, AIDS. These are മൂന്ന് അസുഖങ്ങൾ genital herpes, hepatitis B, AIDS അല്ലാത്ത ബാക്കിയുള്ള അസുഖങ്ങളെല്ലാം ക്യൂറബിൾ ആണ് if detected early. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും സെക്സ് വഴി മാത്രമല്ല സ്പ്രെഡ് ചെയ്യുന്നത്. ദേ ആർ ആൾസോ ട്രാൻസ്മിറ്റഡ് ത്രൂ ഇൻഫെക്റ്റഡ് നീഡിൽ, ഷെയറിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് നീഡിൽ വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഉദാഹരണമായി പറയാം, എനിക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ബിയോ എയ്ഡ്സ് ഉണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന നീഡിൽ ഉപയോഗിച്ചുകൊണ്ടാണ്, ഇഞ്ചക്ഷൻ നീഡിലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വേറെ ആൾക്ക് ഞാനിത് ഉപയോഗിച്ചെങ്കിൽ അയാൾക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്, ഞാനൊരു എയ്ഡ്സ് പേഷ്യന്റ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി പേഷ്യന്റ് ആണ്, എന്നെ സർജറി ചെയ്യാൻ ഉപയോഗിച്ച സെയിം ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് അയാൾ ഇൻഫെക്റ്റഡ് പേഴ്സൺ ആയ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിച്ച ആളുടെ ഉപയോഗിച്ച ആൾ സ്റ്റെറിലൈസ് ചെയ്യാതാണ്, വിമുക്തമാക്കാതെ അത് തന്നെ മറ്റൊരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആക്കില്ല. അപ്പൊ ഏതൊക്കെ പോയി? ഷെയറിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് നീഡിൽ, ഷെയറിംഗ് ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് വിത്ത് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ റെസിപ്പിയന്റിന് അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, ഗർഭിണിയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരെ ഇത് എത്താനുള്ള ചാൻസ് ഉണ്ട്. ഏതൊക്കെ അസുഖം? ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അസുഖത്തിന്റെ പേരെന്താണ്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയും. പഴയ ടെക്സ്റ്റ് ബുക്കിൽ അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്നായിരുന്നു. ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്നാണ്. STIs are infections or diseases that are transmitted through sexual intercourse, what we call as sexually transmitted infections. വേറെ പേരാണ് venereal disease, ചുരുക്കിയിട്ട് വീഡിയോ നോക്കും. വേറെ പേരാണ് reproductive tract infections എന്ന് പറയും. എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? ഗോണോറിയ, സിഫിലിസ് പഠിച്ചു. പിന്നെ ഏതൊക്കെയായിരുന്നു എൻ്റെ ഒപ്പം പറയാൻ ശ്രമിച്ചു നോക്കുക. എൻ്റെ ഒപ്പം ജെനിറ്റലിന്റെ രണ്ട് അസുഖം, ജെനിറ്റൽ ഹെർപ്പീസ്, ജെനിറ്റൽ വാർട്ട്, പിന്നെ ട്രൈക്കോമോണിയാസിസ്, ക്ലമിഡിയാസിസ്. പിന്നെ രണ്ട് അസുഖം കൂടി ഉണ്ടല്ലോ. ഏതൊക്കെയാണ് രണ്ട് അസുഖം? ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും. ഈ മൂന്ന് അസുഖങ്ങൾ ഒഴികെ, ഏതൊക്കെ മൂന്ന് അസുഖങ്ങൾ? ജെനിറ്റൽ ഹെർപ്പീസും ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും ഒഴികെ ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളും എക്സെപ്റ്റ് genital herpes, hepatitis B, AIDS, all other STIs are curable if detected early. ഈ രണ്ട് അസുഖത്തിന് മറ്റു പ്രത്യേകത, it is also transmitted through sharing of needle, sharing of surgical instrument of the with the infected person, blood transfusion by infected motherൽ നിന്ന് ഫീറ്റസിലേക്ക് വരെ, കുഞ്ഞിലേക്ക് ഫീറ്റസിലേക്ക് വരെ എത്തുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, STIനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ രോഗത്തിനൊക്കെ കാരണം ആരെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവില്ലേ? ഇതൊക്കെ പരത്തുന്ന മക്കളെ പാത്തോജനുകളാണ്, രോഗാണുക്കൾ തന്നെയാണ്. അത് ബാക്ടീരിയ ആകാം, വൈറസുകളാകാം, പ്രോട്ടോസോവനാകാം. നമുക്കറിയാം എയ്ഡ്സിനെ കുറിച്ച് അറിയാം. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. പരത്തുന്നത് ആരാ? HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇതൊക്കെ പരത്തുന്നത് ബാക്ടീരിയകളാകാം, വൈറസുകളാകാം, പ്രോട്ടോസോവനുകളാകാം. ഏതാണ് പാത്തോജൻ എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ ഇത് പരത്തുന്നത് ബാക്ടീരിയകളാകാം, വൈറസുകളാകാം, പ്രോട്ടോസോവനുകളാകാം. ഇനി അടുത്തത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു the infections that is or diseases transmitted through sexual intercourses are called STIs എന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണുള്ളത്? ഏർലി സിംറ്റം, ആദ്യത്തെ ഇൻഫെക്ഷൻ വന്നതിന് ഫലമായിട്ടുള്ള ആദ്യത്തെ ലക്ഷണങ്ങൾ മുഴുവനും മൈനേഴ്സ് ആയിരിക്കും, ചെറുതായിരിക്കും. അത് മിക്കവാറും ഇച്ചിങ്, ചൊറിച്ചിലായിരിക്കും. സ്വെല്ലിങ്, ആ ഭാഗത്തുനിന്ന് ഒരു വീർത്തലുണ്ടാവും, സ്വെല്ലിങ്, വീർത്തതുപോലെ. സ്ലൈറ്റ് പെയിൻ, ആ ഭാഗത്ത് ചെറുതായിട്ട് വേദന ഉണ്ടാവും. ഫ്ലൂയിഡ് ഡിസ്ചാർജ്, അവിടുന്ന് പ്രസവിച്ച ദ്രാവകങ്ങൾ പുറത്തു വരും. എവിടുന്ന്? ജെനിറ്റൽ റീജിയൻ. അപ്പൊ ജെനിറ്റൽ റീജിയനിൽ ചൊറിച്ചിലുണ്ടാകും, സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും, പിന്നെ സ്ലൈറ്റ് പെയിൻ ഉണ്ടായിരിക്കും, ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഏർലി സിംറ്റംസ് ആണ്, അത് വളരെയധികം മൈനർ ആണ്. അപ്പൊ ആദ്യം എന്താ? ജെനിറ്റൽ റീജിയൻ ചൊറിച്ചിലുണ്ടായിരിക്കും. ജെനിറ്റൽ റീജിയൻ ആണ്, കയ്യിലല്ല കേട്ടോ, ലൈംഗിക അവയവങ്ങളുടെ ഭാഗത്ത് ചൊറിച്ചിലുണ്ടായിരിക്കും. അവിടെ എന്തെയും പിന്നീട് സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും, പിന്നീട് സ്ലൈറ്റ് പെയിൻ, ചെറുതായിട്ട് വേദന ഉണ്ടാവും, പ്രസവിക്കുന്ന സമയത്ത് ചില ഫ്ലൂയിഡ് ഉണ്ടാവും. ഏതൊരു ജെനിറ്റൽ റീജിയൻ. ഇതൊക്കെ മെയിൽസിന്റെ കേസിലാണ്. സ്ത്രീകൾക്ക് വേറെ പ്രത്യേകത ഉണ്ട്.
ഇൻഫെക്റ്റഡ് ഫീമെയിൽസ് അസിംപ്റ്റമാറ്റിക്, സ്ത്രീകൾക്ക് എന്താണ് അസിംപ്റ്റമാറ്റിക്, അവർ ലക്ഷണങ്ങൾ കാണിക്കില്ല. ആൻഡ് ഹെൻസ് റിമൈൻ അൺഡിറ്റക്റ്റഡ് ഫോർ ലോങ് പീരീഡ്. കുറെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും അവർ ലക്ഷണങ്ങൾ കാണിക്കില്ല, കുറെ കാലത്തോളം അവർ അസിംപ്റ്റമാറ്റിക് ആയിട്ട് തന്നെ സിംറ്റംസ് കാണിക്കാതെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് STIയുടെ ലക്ഷണങ്ങളാണ്. ഏർലി സിംറ്റംസ് എല്ലാം മൈനേഴ്സ് ആയിരിക്കും, അത് വളരെ മൈനേഴ്സ്, MINOR മൈനർ, അത് ചെറുതായിരിക്കും. ഏതൊക്കെയായിരിക്കും? ഇച്ചിങ് ആയിരിക്കും, സ്വെല്ലിങ്, സ്ലൈറ്റ് പെയിൻ, ഫ്ലൂയിഡ് ഡിസ്റ്റർബ് എവിടെ? ഇൻ ദ ജെനിറ്റൽ റീജിയൻ. സ്ത്രീകൾ ഇൻഫെക്റ്റഡ് ഫീമെയിൽസ് അസിംപ്റ്റമാറ്റിക് ആയിരിക്കും ആൻഡ് ഹെൻസ് റിമൈൻസ് അൺഡിറ്റക്റ്റഡ് ഫോർ ലോങ് പീരിയഡ്. കുറെ കാലം അവർ സിംറ്റംസ് കാണിക്കാതെ നിൽക്കും. നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് ആയിരുന്നു, അല്ലെ, ലക്ഷണങ്ങളായിരുന്നു. ഏർലി സിംറ്റംസ് മൈനർ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അത് എന്തൊക്കെയായിരിക്കും? ഇച്ചിങ്, സ്വെല്ലിങ്, പിന്നെ സ്ലൈറ്റ് പെയിന്, ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഇൻ ദ ജെനിറ്റൽ റീജിയൻ. സ്ത്രീകൾ അസിംപ്റ്റമാറ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് വൈ ദേ ആർ അൺഡിറ്റക്റ്റഡ് ദിസ് ഡിസീസ് ഫോർ എ ലോങ് പീരിയഡ്. അവർക്ക് അസുഖങ്ങൾ കണ്ടെത്താൻ വൈകുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലിക്കേഷൻസ് ഓഫ് STI ആണ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിന്റെ കോംപ്ലിക്കേഷൻസ്, മലയാളത്തിൽ പറയും സങ്കീർണത എന്ന് പറയും. എന്താണ് ഇതിന്റെ സങ്കീർണത? അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ സ്റ്റിഗ്മ, മലയാളത്തിൽ പറയും സാമൂഹ്യ അപവാദം. ആബ്സെൻസ് ഓഫ് സിംറ്റം, ലക്ഷണങ്ങൾ കാണിക്കാതെ വരിക. ഏതിന്റെ ലക്ഷണങ്ങൾ? STIന്റെ ലക്ഷണങ്ങൾ കാണിക്കാതെ വരിക. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, എനിക്ക് ഈ അസുഖം വന്നു, ഉദാഹരണമായി പറയാം, എനിക്കൊരു ഗോണോറിയ വന്നു, അല്ലെങ്കിൽ എനിക്കൊരു ഹെർപ്പീസ് എന്ന് പറഞ്ഞ ലൈംഗിക രോഗം വന്നു. അത് എനിക്ക് സിംറ്റംസ് കാണിക്കുന്നില്ല. അത് ആദ്യത്തെ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് എനിക്കത് സിംറ്റംസ്, ലക്ഷണം കാണിക്കാതെ വന്നാൽ, എന്റെ ശരീരത്തിൽ അതിന്റെ ഒരു ലക്ഷണം കണ്ടിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരിക്കലും ഞാൻ എങ്ങോട്ട് പോകില്ല, ഹോസ്പിറ്റലിലേക്ക് പോവുകയോ അതിന് ഡിറ്റക്ട് ചെയ്യാൻ പോവുകയോ അതിന്റെ ട്രീറ്റ്മെന്റിനോ പോവില്ല. അതിന്റെ ഫലമായി ഈ അസുഖം എന്ത് ചെയ്യും? കോംപ്ലിക്കേറ്റഡ് ആവും, സങ്കീർണത വരും. ഞാൻ പറഞ്ഞു, സ്ത്രീകളെ സിംറ്റമാറ്റിക് ആണ് ഈ അസുഖത്തിന്, അൺഡിറ്റക്റ്റഡ് ഫോർ ലോങ് പീരിയഡ് ഓഫ് ടൈം. അപ്പൊ ഒരിക്കലും അവർ എന്ത് പോയില്ല, ഹോസ്പിറ്റലിലേക്ക് പോവുകയോ ഈ അസുഖത്തിന് ഡിറ്റക്ഷനോ ട്രീറ്റ്മെന്റോ പോവുകയോ ചെയ്യില്ല. അപ്പൊ അതിന്റെ ഫലമായി ഈ അസുഖം എന്താവും? കോംപ്ലിക്കേറ്റഡ് ആവും. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോംപ്ലിക്കേഷൻസ് ഓഫ് STI എന്ന് പറയും. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിന്റെ സങ്കീർണതകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സങ്കീർണത പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, PID ഉണ്ടാവും. ഒരു അസുഖമാണ് PID. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. രണ്ടാമത് അബോർഷൻസ് ഉണ്ടാവും. ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞ് അബോർട്ടായി പോകും. മൂന്നാമത്തെ സ്റ്റിൽ ബർത്ത്, മലയാളത്തിൽ പറയും ചാപിള്ള എന്ന് പറയും. ചാപിള്ള മീൻസ് ബർത്ത് ഓഫ് എ ഡെഡ് ഫീറ്റസ്. ബർത്ത് ഓഫ് എ ഡെഡ് ഫീറ്റസ്, ജനിക്കുന്ന കുഞ്ഞ്, മരിച്ച കുഞ്ഞിനെ ജനിച്ച ഉടനെ തന്നെ കുഞ്ഞ് മരിക്കുക, അങ്ങനത്തെ കണ്ടീഷനാണ്. ചാപിള്ള എന്ന് മലയാളത്തിൽ പറയും. ബർത്ത് ഓഫ് എ ഡെഡ് ഫീറ്റസ് എന്ന് പറയും, സ്റ്റിൽ ബർത്ത്. ഇതൊക്കെ ഏതിന്റെ ലക്ഷണങ്ങളാണ്? കോംപ്ലിക്കേഷൻസ് ആണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. അടുത്തത് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ഔട്ട്സൈഡ് ദ യൂട്രസ്, യൂട്രസിന്റെ പുറത്തുള്ള ഇംപ്ലാന്റേഷൻ നടക്കുക, ഒവിഡക്കിനകത്ത് ഇംപ്ലാന്റേഷൻ നടക്കുക, അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? എക്ടോപിക് പ്രഗ്നൻസി, വേണമെങ്കിൽ ട്യൂബുലർ പ്രഗ്നൻസി എന്ന് വിളിക്കാം. പ്രഗ്നൻസി ഔട്ട്സൈഡ് ദ യൂട്രസ് ഈസ് കാൾഡ് എന്ത്? എക്ടോപിക് പ്രഗ്നൻസി. അതാണ് യൂട്രസിനകത്താണ് ഇംപ്ലാന്റേഷൻ നടക്കുക. ഇത് ഔട്ട്സൈഡ് ദ യൂട്രസിനകത്താണ്. ചിലപ്പോൾ ഒവിഡക്കിനകത്തൊക്കെ നമ്മൾ ട്യൂബിനകത്ത് കുട്ടി ഉണ്ടാവും എന്നൊക്കെ പറയാറില്ല, അതുണ്ടോ. ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത ഉണ്ടാവും. ദമ്പതിമാർക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഉണ്ടാകില്ല. ക്യാൻസർ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് ട്രാക്ടിന് എന്ത് വരും? ക്യാൻസർ. ഇതൊക്കെയാണ് ആരുടെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്? STIന്റെ കോംപ്ലിക്കേഷൻ. ഈ കോംപ്ലിക്കേഷൻസ് വരാനുള്ള കാരണം എന്താ? ഒന്ന് സാമൂഹ്യ അപവാദത്തിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കാതെ വന്നാൽ. ഈ രണ്ട് കാരണത്താൽ നമ്മൾ ഒരിക്കലും ഹോസ്പിറ്റലിലേക്ക് പോവുകയോ ഡിറ്റക്ഷന് വിധേയമാവുകയോ ട്രീറ്റ്മെന്റിന് വിധേയമാവുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ലക്ഷണങ്ങളെല്ലാം കോംപ്ലിക്കേഷനിലേക്ക് പോകും. അതിന്റെ ഫലമായിട്ട് പിഡ് ഉണ്ടാവും. എന്താ പിഡ്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അബോർഷൻസ് ഉണ്ടാവും, സ്റ്റിൽ ബർത്ത് ഉണ്ടാവും. എന്താ സ്റ്റിൽ ബർത്ത്? ചാപിള്ള, ബർത്ത് ഓഫ് എ ഡെഡ് ഫീറ്റസ്, ഒരു ഡെഡ് ഫീറ്റസ് ബർത്തിന് കാരണമാകുന്നു. പിന്നെ എക്ടോപിക് പ്രഗ്നൻസി ഔട്ട്സൈഡ് ദ യൂട്രസ്, യൂട്രസിന് പുറത്ത് ഒവിഡക്കിലോ ട്യൂബിനകത്തോ കുഞ്ഞുണ്ടാകുന്നു. ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത ഉണ്ടാകുന്നു. ക്യാൻസർ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് ട്രാക്ടിനകത്ത് എന്തുണ്ടാകുന്നു? ക്യാൻസർ. ഇതൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. STIന്റെ കോംപ്ലിക്കേഷൻ എന്തായിരുന്നു? STI എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ദാറ്റ് മീൻസ് ഇൻഫെക്ഷൻ ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇന്റർകോഴ്സ്. ഈ കാര്യങ്ങൾ പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്, നന്നായിട്ട് പഠിക്കുക. ഏതൊക്കെയായിരുന്നു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷന്റെ എക്സാമ്പിളുകൾ? ഏതൊക്കെയായിരുന്നു? നമ്മൾ പഠിച്ചു, ഗൊണോറിയ പഠിച്ചു, അല്ലെ, സിഫിലിസ് പഠിച്ചു, ജെനിറ്റൽ ഹെർപ്പീസ് പഠിച്ചു, ജെനിറ്റൽ വാർട്ട് പഠിച്ചു, ട്രൈക്കോമോണിയാസിസ് പഠിച്ചു,
ക്ലമിഡിയാസിസ് പഠിച്ചു, ഹെപ്പറ്റൈറ്റിസ് ബി പഠിച്ചു, എയ്ഡ്സ് പഠിച്ചു. ഇതിൽ 3 അസുഖങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ക്യൂറബിൾ ആണ് ഇഫ് ഡിറ്റക്റ്റഡ് ഏർലി. ഏതൊക്കെ 3 അസുഖങ്ങൾ ക്യൂറബിൾ ആകാൻ കഴിയാത്തത്? ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്, ജെനിറ്റൽ ഹെർപ്പീസ്. ഇതിൽ 2 അസുഖങ്ങൾ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് വഴി, ഷെയറിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് നീഡിൽ വഴി, ഷെയറിംഗ് ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ വഴി, ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. ഏതൊക്കെയാണ് 2 അസുഖം? ഹെപ്പറ്റൈറ്റിസ് ബിയും HIV ഇൻഫെക്ഷനും അല്ലെങ്കിൽ എയ്ഡ്സും. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Sexually transmitted infections are a major threat to a healthy society. Therefore, prevention or early detection and cure of these diseases are given prime consideration under the reproductive health care program. Though all persons are vulnerable to these infections, their incidence are reported to be very high among persons in the age group of 15 to 24 years, the age group to which you also belongs. There is no reason to panic because prevention is possible. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിന്റെ പ്രിവെൻഷനാണ്. എങ്ങനെ ഇത് നമുക്ക് തടയാം എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത്. ഒന്നാമത്തത്, STI can be prevented by avoiding sex with unknown partner or multiple partner. അറിയാത്ത ആളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒന്നിലധികം പാർട്ണർ ഉണ്ടാകുന്നത് ഒഴിവാക്കുക. ചിലപ്പം ഒരു ഭർത്താവിന് 2, 3, 4 ഭാര്യമാരൊക്കെ ഉണ്ടാകും. അങ്ങനത്തെ കേസുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. സോ ആർക്കെങ്കിലും ഒരാൾക്ക് ഇൻഫെക്ഷൻ വന്നാൽ ബാക്കിയുള്ളവർക്കും വരും എന്നുള്ള കാര്യം ആയിരിക്കും. ബിക്കോസ് ദീസ് ഇൻഫെക്ഷൻസ് ഓർ ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്സ്. അപ്പോൾ അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ണർ ഓർ മൾട്ടിപ്പിൾ പാർട്ണർ. രണ്ടാമത്തെ, ആൾവേസ് യൂസ് കോണ്ടം ഡ്യൂറിങ് കോയിറ്റസ്. കോയിറ്റസിൽ ഏർപ്പെടുന്ന സമയത്ത് എപ്പോഴും എന്ത് യൂസ് ചെയ്യുക? കോണ്ടംസ് യൂസ് ചെയ്യുക. നമ്മൾ കോണ്ടം എടുത്ത സമയത്ത് അതിന്റെ അഡ്വാൻറ്റേജസ് പഠിച്ചിരുന്നു അല്ലെ? എന്തായിരുന്നു അഡ്വാൻറ്റേജസ്? ഒന്ന്, സെൽഫ് ഇൻസർട്ടഡ് ആണ്, പ്രൈവസി ടു ദി യൂസർ ആണ്, ഡിസ്പോസിബിൾ ആണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, എന്തായിരുന്നു? ഇറ്റ് പ്രൊട്ടക്ട് ദ യൂസർ ഫ്രം അഫക്റ്റിംഗ് STD, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ പ്രൊട്ടക്ട് ചെയ്യും. സോ ഒന്നാമത്തത്, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ണർ. അറിയാത്ത ആൾക്കാരുമായി, അറിയാത്ത പാർട്ണറുമായി സെക്സിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ണർ, ഒന്നിലധികം ആൾക്കാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. രണ്ടാമത്തത്, ആൾവേസ് യൂസ് കോണ്ടം ഡ്യൂറിങ് കോയിറ്റസ്. കോയിറ്റസിൽ ഏർപ്പെടുമ്പോൾ എന്ത് യൂസ് ചെയ്യുക? കോണ്ടം യൂസ് ചെയ്യുക. മൂന്നാമത്തത്, ഇൻ കേസ് ഓഫ് ഡൗട്ട്, നിങ്ങൾക്കൊരു സംശയമുണ്ട്, എനിക്ക് ഈ അസുഖം ഉണ്ടോ ഇല്ലയോ, കാരണം എനിക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഗോ ടു എ ക്വാളിഫൈഡ് ഡോക്ടർ. ഒരു ക്വാളിഫൈഡ് ആയ ഡോക്ടറെ അടുത്തേക്ക് പോകുക ഫോർ ഏർലി ഡിറ്റക്ഷൻ. ആദ്യം തന്നെ ഡിറ്റക്ട് ചെയ്യാൻ ആൻഡ് ഗെറ്റ് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ഇഫ് ഡയഗ്നോസ്ഡ് വിത്ത് ഡിസീസ്. ഈ അസുഖം ഉണ്ടെങ്കിൽ വേഗം തന്നെ ട്രീറ്റ്മെന്റിന് വിധേയമായി അസുഖത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടുക. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിവെൻഷൻ ഓഫ് STI ആണ്. STIയിൽ നിന്നും എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഒന്നാമത്തത്, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ണർ. അറിയാത്ത ആൾക്കാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ണറുമായി സെക്സിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. രണ്ട്, ആൾവേസ് യൂസ് കോണ്ടം ഡ്യൂറിങ് കോയിറ്റസ്. കോയിറ്റസിൽ ഏർപ്പെടുന്ന സമയത്ത് കോണ്ടം യൂസ് ചെയ്യുക. മൂന്നാമത്, ഇൻ കേസ് ഓഫ് ഡൗട്ട്, നിങ്ങൾക്ക് സംശയം ഈ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ക്വാളിഫൈഡ് ആയ ഡോക്ടറെ അടുത്തേക്ക് പോവുക. ഇതിനു വേണ്ടി ഫോർ ഏർലി ഡിറ്റക്ഷൻ, ആദ്യം തന്നെ ഈ അസുഖം കണ്ടെത്താൻ വേണ്ടി, ആൻഡ് ഗെറ്റ് എ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ്. എന്നിട്ട് ഫുൾ ട്രീറ്റ്മെന്റ് സ്വീകരിക്കുക. എന്തിനു വേണ്ടി? ഈ അസുഖം കണ്ടെത്തില്ല, എന്തിനു വേണ്ടി? ഫോർ ദ കംപ്ലീറ്റ് ക്യൂർമെന്റ്, പൂർണ്ണമായി ഈ അസുഖത്തിൽ നിന്ന് മോചനം നേടാം. ഇത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ച്, STIനെ കുറിച്ച്. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ? ഇൻഫെക്ഷൻസ് ഓർ ഡിസീസസ് that are transmitted through sexual intercourse എന്ന് പറഞ്ഞു അല്ലെ? അതിനുശേഷം നമ്മൾ പഠിച്ചു പിന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ കുറെ എക്സാമ്പിളുകൾ പഠിച്ചു. ഗോണോറിയ പഠിച്ചു, സിഫിലിസ് പഠിച്ചു, ജെനിറ്റൽ ഹെർപ്പീസ്, ജെനിറ്റൽ വാർട്ട്, പിന്നെ ട്രൈക്കോമോണിയാസിസ്, ക്ലമിഡിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, HIV, എയ്ഡ്സ് അല്ലെങ്കിൽ അത്ര അസുഖങ്ങളെ കുറിച്ച് പഠിച്ചു. എന്നിട്ട് എല്ലാ അസുഖങ്ങളും സെക്സ് വഴിയാണ് പകരുന്നത്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് ഫീറ്റസിലേക്ക് എത്തുന്നു. ഷെയറിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് നീഡിൽ വിത്ത് ഷെയറിംഗ് ഓഫ്
ഇൻഫെക്റ്റഡ് നീഡിൽ വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഷെയറിംഗ് ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെക്സ് വഴി മാത്രമല്ല ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഈ രീതിയിലൊക്കെ എത്താവുന്നതാണ്. 3 അസുഖങ്ങൾ ഏർലി ഡിറ്റക്ട് ചെയ്താൽ ക്യൂറബിൾ അല്ല എന്ന് പഠിച്ചു. ഏതൊക്കെയാണ് 3 അസുഖങ്ങൾ? ഒന്ന് ജെനിറ്റൽ ഹെർപ്പീസ്, ഹെപ്പറ്റൈറ്റിസ് ബിയും HIV ഇൻഫെക്ഷനും. അതിനുശേഷം നമ്മൾ പഠിച്ചു എങ്ങനെയാണ് അതിന്റെ സിംറ്റംസ് പഠിച്ചു. ഏർലി സിംറ്റംസ് എല്ലാം മൈനർ ആയിരിക്കും. അത് ഇച്ചിങ് ആണ്, സ്വെല്ലിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ ഇൻ ദ ജെനിറ്റൽ റീജിയൻ. ഫീമെയിൽസ് എല്ലാം അസിംപ്റ്റമാറ്റിക് ആയിരിക്കും, ഡിറ്റക്ട് ചെയ്യാൻ കുറെ ടൈം എടുക്കും എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അതിന്റെ കോംപ്ലിക്കേഷൻസ് പഠിച്ചു. സോഷ്യൽ സ്റ്റിഗ്മ ഈ സിംറ്റംസ് കാണിക്കാത്തതിന്റെ ഫലമായി ആ വ്യക്തി, അസുഖമുള്ള വ്യക്തി ഡിറ്റക്ട് ചെയ്യാനും ട്രീറ്റ്മെന്റിന് വിധേയമാനും എങ്ങോട്ട് പോയില്ല, ഹോസ്പിറ്റൽസിൽ പോയില്ല. അതിന്റെ ഫലമായി ഈ അസുഖം കോംപ്ലിക്കേറ്റഡ് ആവുക ചെയ്യുക. അതിന്റെ ഫലമായി ഈ വ്യക്തിക്ക് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാൻ. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ഔട്ട്സൈഡ് ദ യൂട്രസ്, ഒവിയഡറ്റിനകത്തൊക്കെ അല്ലെങ്കിൽ ട്യൂബിനകത്തൊക്കെ കുട്ടീനെ ട്യൂബുലർ പ്രഗ്നൻസി എന്നൊക്കെ ആണെങ്കിൽ വിളിക്കാറുണ്ട് അതിനെ. പിന്നെ അടുത്തത് സ്റ്റിൽ ബർത്ത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അബോർഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ക്യാൻസർ ഓഫ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പഠിച്ചത് എന്താണ്, പിന്നെ എങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, പ്രിവെൻഷൻ ഓഫ് STI പഠിച്ചു. ഏതൊക്കെയാണ്? അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ണർ ഓർ മൾട്ടിപ്പിൾ പാർട്ണർ, യൂസ് കോണ്ടം ഡ്യൂറിംഗ് കോയിറ്റസ്. ഇനി നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടെന്ന് സംശയമെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ അടുത്തേക്ക് പോയി കംപ്ലീറ്റ് ഡിറ്റക്ട് ചെയ്യുക, ട്രീറ്റ്മെന്റിന് വിധേയമാണ്. ഇത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ച്, STI കുറിച്ച് പറയാനുള്ളത്. ഇതോടുകൂടി NB ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ലെസണിൽ നമ്മൾ ആകെ ചെറിയ രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയും 2 സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ലെസൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനൊരു പുതിയ വീഡിയോ ലെസൺ ഇതിനകത്തേക്ക് എൻ്റെ NV's ബയോളജി ക്ലാസ്സസിന് ഈ വീഡിയോ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി വരികയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുമാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ലെസണിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.